ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്ട്രീം ഡെസ്ക് മേക്കറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു ഡെസ്ക് മേക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവരും കണ്ടിട്ട് 52 വ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയല്ലോ, ഒക്കെ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം അടുക്കി പറിക്കാം. അപ്പോൾ എല്ലാം അടുക്കി പെറുക്കി ഇങ്ങനെ പതിയെ മൊത്തം 8 മിനിറ്റ് സംതിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക പ്ലീസ്. അപ്പോൾ ഈ ഒരു എന്താണ് കട്ടറോ എന്താണെന്ന് പറയാം. ആ കട്ടർ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമടിക്കുന്ന കാര്യമാണ്. ഇത് സ്റ്റിക്കർ അവിടെ ഇപ്പം ഉണ്ട്, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ സ്റ്റിക്കർ പിന്നെ എന്താണ് ടേപ്പ് കൊട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ആ ബുക്കിൽ. അപ്പോൾ ഞാൻ അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് ഒരു സൈഡിൽ, നോട്ട് ബുക്ക് ഒരു സൈഡിലായിട്ടാണ് ഞാൻ എപ്പോഴും വെക്കാറ്. അപ്പോൾ എല്ലാ നോട്ടും ഞാൻ അവിടെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെയും ഇടാറില്ല. 2-3 കട്ടിലും കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ ബാഗിന് മേളിൽ, കട്ടിലിൻ്റെ മേളിലായിരുന്നു ബാഗും. അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് പല പല ബുക്ക് പല സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഇതും കൂടി ബാഗിന് പുറത്ത് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിരിക്കാൻ സ്ഥലമില്ല കുട്ടി. എല്ലായിടത്തും പല സ്ഥലത്തായിരുന്നു. അതെല്ലാം ഞാൻ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ കണ്ണാടി ഇരിപ്പുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെക്കാൻ പറ്റൂലല്ലോ. ഉമ്മയ്ക്ക് ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. അല്ലാതെ കണ്ണാട്ടോ, നല്ല സ്റ്റൈലിഷ് കണ്ണാട. ഞാൻ പറഞ്ഞിട്ടാണ് ഗൈസ് മേടിച്ചത്. പക്ഷേ ഈ ഒരു ഇത് ഇടയ്ക്ക് വെച്ച് താഴെപ്പുണ്ട്. അത് ഞാൻ കട്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ എനിക്ക് വയ്യ. അതങ്ങനെ ഇരിക്കട്ടെന്നേ. പോപ്പിറ്റ് പൗച്ച് ഇത് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറയണേ. കണ്ടോ, കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്കെച്ച് വെച്ച് എല്ലാം മറിച്ചിട്ടിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നോട്ട്ബുക്കിൽ ഒരു പേജ് പോലും ഇല്ലാത്ത നോട്ട്ബുക്ക്. ഇടയ്ക്കൊക്കെ എൻ്റെ കൈ കാണുന്നുണ്ടോ, അത് കുഴപ്പമില്ല, ക്ഷമിക്കാം. ഈ ബുക്കൊക്കെ IT-യുടെ ബുക്ക് നമുക്കെല്ലാം എടുത്ത് വെക്കാം. കുഞ്ഞു ബുക്ക്സ് വലിയ ബുക്കിൻ്റെ മേലായിട്ടാണ് വെക്കുന്നത്. അവിടെ ഡയറി ഇരിപ്പുണ്ട്. ഇതൊരു പേപ്പറാണ്, ഒരു ബോണ്ട് പേപ്പർ. എന്ത് ചെയ്യാൻ വേണ്ടി എടുത്താണ്, പക്ഷെ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാൻ ഹിന്ദി ബുക്കിന് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും ടെസ്റ്റ് പേപ്പർ ഇട്ടാലോ വല്ല പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് പേപ്പർ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഹിന്ദി ബുക്ക് എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഈ ചാർജറൊക്കെ ഉമ്മി എപ്പോഴും ഇതിൻ്റെ മുകളിലാണ് കൈസ് വെക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. എന്താണ് അലക്കിടാൻ പോണ തുണിയെല്ലാം ഈ സൈഡിൽ കൊണ്ട് വെക്കും. ആ ബുക്ക് വെച്ച് തന്നെ ഞാൻ ഉമ്മിനോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മയുടെ ശല്യം മാറി, എന്നിട്ട് ശീലം മാറിയല്ല. അതുകൊണ്ട് ഉമ്മി ഞാൻ കൊണ്ടുപോയി താഴെ ഇടും. അങ്ങനെ കേട്ടോ. അത് അലക്കാനുള്ളതല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാനിരിക്കും. അപ്പോൾ എല്ലാം മിക്കതും ഞാൻ അടുക്കി പെറുക്കിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ 10 കളറുള്ള പേനയിൽ ഇപ്പോൾ 8 കളറേ ഉള്ളൂ. എന്താണെന്നറിയാമോ ഗൈസ്? 3 കളറ്. ഒരു പച്ചയുടെ സാധനം ബ്ലാക്കിന് അങ്ങോട്ട് തിരിഞ്ഞു. ബ്ലാക്ക് വരങ്ങളില്ല, മറ്റേ ആ റിങ്ങും കൂടി എല്ലാം കൂടി നമുക്ക് താഴോട്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ അടുത്തുള്ള റെഡും പറ്റില്ല. അതാണ് കേട്ടോ. 3 കളറും അനങ്ങളുള്ള, ബാക്കി 7 കളേഴ്സ് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ താഴെ അഴിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പല ഇത് കാണുന്ന വേറെ പടങ്ങളെ ഇതിന് ക്യാപ്പില്ലാത്തല്ല ഞാൻ മാറ്റി അങ്ങോട്ട് ഇടുന്നുണ്ട്. പിന്നെ ആ ലീക്ക് എന്തോ പോലെ ആയതുപോലെ ഉണ്ടായിരുന്നു. ഒരു ജെൽപ്പേന ലീക്ക് അടിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പ്ലാസ്റ്റിക് കവർ ഇട്ടേക്കുന്നത്. എനിക്കത് കഴുകി വൃത്തിയാക്കാനൊന്നും വയ്യ കൈസ്. അതാണ് ഗ്രീനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെയോ കളേഴ്സ് ഇല്ലാത്തതുണ്ട്. നേരത്തെ സ്കെച്ച് ഉണ്ട്, അത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്ലക്കറാണ്. മറ്റേ സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തതിൽ ചെയ്യാം കേട്ടോ. നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആണ് നമ്മുടെ നുഷാച്ചില്ലേ, ആ ഇത്താത്ത ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ മിക്ക വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ മറ്റേ അവക്കാഡോ ഡെസ്ക് മേക്കറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചളങ്ങിപ്പോയി. അതൊക്കെ ഞാൻ മിക്കതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യൂട്ട് നോട്ട്ബുക്ക് അതാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെ കൂടെ ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചത്. മറ്റേ മഞ്ഞ ലൈൻസിൽ. പിന്നെ എനിക്ക് സ്കെയിൽ കളക്ഷൻ്റെ ഒരു കോട്ടുണ്ട് ഗൈസ്. എവിടെ സ്കെയിലാണ് എനിക്കറിയാൻ പാടില്ല. കണ്ടോ, എല്ലാം ഞാൻ അടുക്കി പെറുക്കിയിട്ടുണ്ട്. ഈ പേപ്പറൊന്നും ആവശ്യമില്ലാത്തതായതുകൊണ്ട് നമുക്ക് കളയാം.
എനിക്ക് ജലദോഷമാണ് ഗൈസ്. മൂക്ക് അതാണ് പറഞ്ഞത്, ആ സാധനമൊക്കെ പോകുന്നുണ്ട്. അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് നല്ല മൂക്കടപ്പുണ്ട് കണ്ടോ. എനിക്ക് നാളത്തെ പനി ഉണ്ടായിരുന്നു, ഞാൻ ഗുളിക കഴിച്ച് മാറ്റി. ഇന്ന് വിരക ഗുളിക വിതരണമായിരുന്നു സ്കൂളിൽ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പം എന്തോ ഒരു മുട്ട കയറുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും കൊടുത്തു. പക്ഷെ ഞാൻ 22-ാം തീയതിയും കണ്ട് വിരക ഗുളിക കഴിച്ചുകൊണ്ട് എനിക്ക് കഴിക്കുന്ന കാര്യമില്ല. മിക്കവരും ഛർദ്ദിച്ചെന്നൊക്കെ പറയുന്നു. കുറേ ബോയ്സ് തിന്നാനേ വയ്യാതെ, അതിനേക്കാളും ഭേദം ഗേൾസ് തന്നെയായിരുന്നു. ഇന്നെന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ പീറ്റി കിട്ടിയില്ലെന്നുള്ള ഒരു വിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാഷി ടൈപ്പ് നമ്മുടെ ഹോം മെയ്ഡാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകത വീഡിയോ ഇടേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ ബോക്സ്. ഞാൻ വാപ്പിയുടെ നിന്ന് എടുത്ത് വന്നതാണ്. വാപ്പയുടെ സാധനങ്ങളൊക്കെ ഇടാൻ മാത്രം കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. പക്ഷെ ഞാൻ എടുത്തു. വാപ്പയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തു കേട്ടോ. അതിനിടയ്ക്കൊരു ക്യാമറ, ഞാൻ എൻ്റെ ക്യാമറ മദ്രസയിലെ ബാഗിലാണ് ഇട്ടിരുന്നത്. ഞാൻ കളിക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കളി ക്യാമറ ഒരു പെണ്ണും നല്ല പർപ്പിൾ കളറിലാണ്. പിന്നെ കൂട്ടുകാരനെ കാണിച്ചിട്ട് കൊള്ളാമെന്ന്. പക്ഷേ ഈ വീഡിയോയിൽ മാത്രം ഞാൻ വെക്കാൻ മറന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല. നമുക്കിനി അടുത്ത ഫേക്ക് ഓർഡർ പാക്കിങ്ങിൽ ഞാൻ അത് വെക്കാം കേട്ടോ. എക്സ്ട്രാ ആയിട്ട് ഈ റിങ് ഉണ്ടോ, നല്ല രസമില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിങ്ങാണ്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് റിങ് ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇത് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ കൂടെയുള്ളതാണ് ഈ ഫ്ലവറും. അത് ഞാൻ വെട്ടിക്കളഞ്ഞാണ് ഗൈസ്. പാക്കിംഗ് ഓർഡറിൽ നമുക്ക് ആ ഫ്ലവർക്ക് യൂസ് ചെയ്യാമല്ലോ എക്സ്ട്രാ ആയിട്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം. മിററിൽ കൂടി എൻ്റെ പകുതി മൊത്തം കണ്ടിട്ടുണ്ടാവും. ഫേസ് റിവീലൊന്നും ചെയ്യുന്ന കാര്യമില്ല. ഞാൻ ഷോർട്ട് കട്ട് ചെയ്തു കേട്ടോ. വോൾഫാണ് ചെയ്തത്. എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു, കേളി ആയിരുന്നു. ഷോർട്ട് കട്ട് ചെയ്തപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. 2 ബുക്കും വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ക്രയോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. പെൻസിൽ കളർ ഗിൽറ്റ് എനിക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തവണ ഞാൻ മുഖം കാണിച്ചില്ല. മിറർ വെച്ചു. പാപ്പയുടെ നമ്മുടെ പേഴ്സിലൊക്കെ, അച്ഛന്മാരുടെ പേഴ്സിലൊക്കെ ഇങ്ങനെ സൈഡിലുണ്ടാവൂലേ, ആ പേഴ്സുണ്ട് ഇത്. മിററാണ് കേട്ടോ ഇത്. നമ്മുടെ ക്യാൻഡിൽ മുട്ടയുടെ തൊണ്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. എനിക്കൊരു സയൻസിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഉണ്ടാക്കൊണ്ടുവരാം. അപ്പം ഞാൻ 2-3 പേരൊക്കെ ഉണ്ടാക്കൊണ്ടു. അതിലൊരാളാണ് ഞാൻ. ഈ ക്യൂട്ട് ബുക്ക് ഉമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബുക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കാണാനില്ല. അപ്പം ഞാൻ ഓർത്ത് ഉമ്മയെല്ലാം അടിച്ച് കളഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ ഉമ്മീൻ്റെ തലയിൽ കൊണ്ട് വെച്ച് ഉമ്മ എനിക്ക് പുതിയ ഉണ്ടാക്കി തന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കണ്ടോ, കട്ടർക്ക് എവിടേക്കോ കിടക്കുന്നുണ്ട്. വേറെ കട്ടർ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട് വീഡിയോ കഴിഞ്ഞപ്പോൾ. കണ്ടോ, ഇത് 2 ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 കട്ടർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വേറെ കട്ടർ ഞാൻ ഇത് തന്നെ. വേറെ കട്ടർ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു, അതിനടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓർഗനൈസ് ചെയ്യും. ഇതൊക്കെ ഒന്ന് കുറച്ച് ചെളിയാണ്. അതൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് അത് അടിപൊളിയാക്കിയിട്ടുണ്ടേ. കണ്ടോ, നല്ല രസമില്ലേ? ഇതാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഓർഗനൈസർ തന്നെയായിരുന്നു കേട്ടോ ഇത്. അത്യാവശ്യം കഷ്ടപ്പെടുകയും ചെയ്തു. കണ്ടോ, എല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ളൂ. ടാറ്റാ.